ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കൈലാർക്ക് റിസോർട്ടിലെ രാവിലത്തെ ഒരു ടൈമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റ് കോഫി കുടിച്ച് വാപ്പിയും മോളും കൂടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ക്രിസ്മസൊക്കെ ആയിരുന്നുകൊണ്ട് ക്രിസ്മസിൻ്റെ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ദിവസം റെസ്റ്റോറൻറ്റിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും നല്ല ഭംഗിയായിട്ട് ശരിക്കും ഒരു മരത്തിൻ്റെ ഒരു ഷെയ്ഡിലിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോയി. മോർണിംഗ് വാക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ജസ്റ്റ് ഒരു അവിടേക്ക് ഒന്ന് ഇറങ്ങി നടന്നു ഞങ്ങൾ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ആ ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേ കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഉണ്ണിക്കുട്ട, സേ ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ മൂന്നാർ എപ്പോഴും വരുന്ന റിസോർട്ടാണ്. സ്കൈലാർക്ക് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാൻ പതിയെ. ഇന്നിപ്പോൾ ഞങ്ങൾ മോർണിംഗിൽ ജസ്റ്റ് ഒന്ന് മോർണിംഗ് വാക്ക് വരെ നടക്കാനായിട്ട് പോവാണ്. മോർണിംഗ് വാക്ക് ഒന്നും പറയാൻ പറ്റില്ല, 8 മണി 8:30 അങ്ങനെ പോവാണ്. പിന്നെ തണുപ്പെന്ന് പറഞ്ഞാൽ ഒരുവിധം അല്ലേ, വലിയ കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. പക്ഷെ റൂമിൽ ഭയങ്കര തണുപ്പായിരുന്നു. അതാണ് ഞങ്ങൾ സ്വെറ്ററൊക്കെ ഇട്ടാണ് ഇറങ്ങിയത്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വലിയ കാര്യമായിട്ട് തണുപ്പൊന്നും ഇല്ല കേട്ടോ. രാത്രി ഭയങ്കര തണുപ്പായിരുന്നു. രാത്രി വലിയ തണുപ്പുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ രാവിലെ സ്വിമ്മിംഗ് പൂളിൽ 9 മണി തൊട്ടാണ് ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയേക്കണത്. നന്നൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സാണ്. അത് ഫുഡ് വേസ്റ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ കുറേ റിസോർട്ടുകളൊക്കെ ഇങ്ങനെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 8:30 ഒക്കെ ആയിരുന്നു. സ്കൂൾ ബസ് പോയില്ലായിരുന്നു. ഇന്നത്തെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്താണ് പൊന്നു വന്നേക്കുന്നത്. ന്യൂസിലൻഡിലൊക്കെ പോകുമ്പോൾ കാണുന്നത് ഒട്ടും ലീവ്സ് ഇല്ല അല്ലേ? ഇങ്ങനെ കുറേ റിസോർട്ടുകളുടെ ഒക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഈ വഴിക്ക്. പിന്നെ നമ്മളിനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പോക്കാണ്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പൂളിലിറങ്ങാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതും വെറുതെ തന്നെയാണ് കേട്ടോ, സ്കൈലാർക്കിൻ്റെ തന്നെയാണിതും. ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്നതാണ്, പിന്നെ കിട്ടില്ല കേട്ടോ. ചോക്കോസൊന്നും അല്ല, അത് ഫുഡ് കഴിക്കും. വേറെ ഒന്നും കിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിക്കാൻ ഉണ്ണിക്കുട്ടൻ രാവിലെ ഫുഡ് കുറച്ച് മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി വണ്ടി കയറി കഴിയുമ്പോൾ പിന്നെ വിശക്കുവാന്നും പറഞ്ഞ് തുടങ്ങും. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രിയൊക്കെ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ ആ വ്യൂവും ഇന്ന് രാവിലത്തെ വ്യൂവും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഒന്ന് നോക്കൂ. ഇതിൻ്റെ മുകളിലോട്ടും റിസോർട്ട് തന്നെയാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുകൾ ഭാഗവും.
അങ്ങനെ രാവിലെ തന്നെ അപ്പോൾ നേരെ പൂളിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പൂളിൻ്റെ ഭാഗത്തേക്കാണ് പോക്ക്. പൂളിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവരെല്ലാവരും പൂളിൻ്റെ ഭാഗത്തേക്ക് പോയേക്കാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങൾ പൂളിലേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം പിന്നെ ഞങ്ങളുടെ പ്ലാൻ ഒന്ന് പയ്യെ ചേഞ്ച് ചെയ്തു. ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ പൂളിലേക്ക് ചാടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരം അധിക സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുവരെ ഉള്ള കാഴ്ചകൾ ഇപ്പോൾ ഒരു ഡേ ടൈം വ്യൂസൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ നൈറ്റിലാണോ ഡേയിലാണോ ഈ ഒരു ഭാഗം ഭംഗിയായിട്ടിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കിടക്കാൻ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലവും പിന്നെ ഇരിക്കാനുള്ള സ്ഥലവും അവിടെയുണ്ട്. പൂളിനോട് ചേർന്നും അങ്ങനെ ഒരു ഇതുണ്ട് അല്ലേ, നമുക്കവിടെ കിടക്കാനും പൂളിൽ ഇറങ്ങിയിട്ട് പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സെറ്റപ്പൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടനാണെങ്കിൽ പൂളിൽ ചാടാനായിട്ട് റെഡി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടവും നീളമൊക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അതിനകത്തൊന്ന് ചാടിയേ മതി ഉണ്ണിക്കുട്ടനെ. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വിളിച്ചേക്കണ കാരണം കൊണ്ട് ഇപ്പോൾ പൂളിലേക്ക് ഇറക്കിയൊന്നുമില്ല. ഉണ്ണിക്കുട്ടനവിടെ ബോളൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പം തന്നെ അങ്ങോട്ട് ചാടാന്നുള്ള രീതിയിൽ. അപ്പോൾ സമ്മതിച്ചില്ല ഞങ്ങൾ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട്, നമ്മൾ തലേദിവസം രാത്രി കണ്ട അതേ കാഴ്ചകൾ തന്നെയൊക്കെയാണ് കാണാനുള്ളത്. പക്ഷെ ഡേ ടൈമിൽ അതിൻ്റെ ആ ഒരു ഭംഗി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ആസ്വദിക്കാം ഇവിടെ നിന്ന്. ഞങ്ങൾ ഗാർഡനിലെ കാഴ്ചകളൊക്കെ രാവിലെ തന്നെ നടന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട്, ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ശരിക്കും പൂളിലേക്ക് എടുത്ത് ചാടാനായിട്ട് അവർക്ക്. അതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് കുട്ടാ? റെസ്റ്റോറൻറ്റ് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഒരു ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. സ്കൈലാർക്ക് എന്നൊക്കെ എഴുതി പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. കറികളാണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, പൂരി, ദോശ, ഇഡ്ഡലി, അങ്ങനെ പിന്നെ ബോയിൽഡ് എഗ്ഗ്, അങ്ങനെ ഉള്ള സാധനങ്ങൾ. പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് ബ്രെഡ്, ജാമ, ബ്രെഡ്, ബട്ടർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വളരെ ടേസ്റ്റോടുകൂടി തന്നെയായിരുന്നു. നല്ല ഫുഡായിരുന്നു. പിന്നെ കുട്ടികൾക്കായിട്ട് വേണമെങ്കിൽ ചോക്കോസ്, കോൺഫ്ലെക്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ വാട്ടർമെലൺ ജ്യൂസ്, ടീ, കോഫി, അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പാകത്തിനായിരുന്നു ഉള്ളത്. നല്ല ഭംഗിയായിട്ടും നല്ല നീറ്റായിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ഇഡലി വീട്ടിലുണ്ടാക്കി
നന്നു ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ അവിടെ വിൻഡോയുടെ അവിടെ നിന്നിട്ട് വെറുതെ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഫുൾ കവർ ചെയ്യാൻ പാകത്തിന് കാണാനായിട്ട് പറ്റും. നല്ലൊരു വ്യൂ ആയിരുന്നു അത്. ഞങ്ങൾ കുറേ സമയം അവിടേക്ക് നിന്ന് റെസ്റ്റോറൻറ്റിൽ തന്നെ കുറച്ച് സമയം നിന്ന് അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ അങ്ങനെ അവസാനം പൊന്നും നന്നും ഒക്കെ പോയതിൻ്റെ ലക്ഷ്യം തന്നെ നിറവേറ്റി കഴിഞ്ഞു അവർ. അങ്ങനെ പൂളിൽ ഇറങ്ങി അങ്ങനെ കുറേ സമയം അവിടെ പിള്ളേർ സ്പെൻഡ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ചിക്കുതാത്താനെ പിടിച്ചിറക്കാനായിട്ട് നമുക്ക് പേടിയാണ് ഇറങ്ങാൻ. ആദ്യം കുറച്ച് പേടിയൊക്കെ ആയിരുന്നു, പിന്നെ പിടിച്ച് വലിച്ച് ഇറക്കണതാണ് കാണുന്നത്. ചിക്കുവിന് സ്വിമ്മിങ് അറിയോ? സ്വിം ചെയ്യോ? അത് പിന്നെ പൂളിൽ ഇറങ്ങാനായിട്ട് ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് തിക്ക് നിരക്കൊന്നും ഇല്ലാതെ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. ഉണ്ണിക്കുട്ടനും പൊന്നിനൊക്കെ ഇറങ്ങാൻ, കുഞ്ഞ് കുട്ടികൾക്ക് ഇറങ്ങാനായിട്ട് അവിടെ ചെറിയൊരു സൈഡിൽ കോർണറിൽ ചെറിയ രീതിയിൽ ഒരു ഇതുണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ കൂടുതൽ അവിടെയായിരുന്നു. ഇടയ്ക്ക് വാപ്പി വിളിക്കുമ്പോഴാണ് അവൻ ഇപ്പുറത്തേക്ക് വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങളിവിടുന്ന് ഇറങ്ങുവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്താന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല. പിന്നെ അന്നത്തെ ലുക്ക് ഉണ്ടോ ഗൈസ്? ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യാം. കണ്ണൊക്കെ ഒന്ന് കാണിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ മൂന്നാർ വെക്കേറ്റ് ആവുകയാണ്. സ്കൈലാർക്ക് ഹോളിഡേയ്സിനാണ് നമ്മൾ പോകുന്നത്. നല്ല റിസോർട്ടാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ? അതുപോലെ സർവീസ് നല്ല സർവീസാണ്. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ട്, മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്താ നമുക്ക് എവിടെയാ നിർത്താമെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇറങ്ങിയാലോ എന്നാ? ഓക്കെ. ബൈ ഗൈസ്.